ഹലോ ഗൈസ്, ഞങ്ങൾ സൺഡേ ആയിട്ട് എല്ലാവരും കൂടെ പുറത്തായിട്ടൊന്ന് ഇറങ്ങിയാണ് കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് ഗൈസ് ഈ ഗെറ്റപ്പിൽ. പിന്നെ എന്താ വെച്ചാൽ ഈ രണ്ട് സച്ചുണ്ട് കേട്ടോ. എൻ്റെ കൂടെയുള്ള വെച്ചാൽ ഏട്ടൻ അദീന, പിന്നെ ആദ്യം കയറിയൊരു സച്ചു, അത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ. പിന്നെ രണ്ടാമത് വരുന്നതാണ് എൻ്റെ കസിൻ സച്ചു. ഓൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓൻ്റെ വീട്ടിൽ ഓൻ എന്തോ ഒരു മീനെ കണ്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. ചൂണ്ടയൊക്കെ എടുത്തിട്ട് ഞാൻ എല്ലാവരും അദീന എല്ലാം സെറ്റാക്കി ഇങ്ങനെ പോകാം കേട്ടോ. ഏതെല്ലോ കണത്തോടെല്ലാം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കുളം പോലെ ഒന്നും കാണില്ലായിരുന്നു. പിന്നെ ഉള്ളോട്ട് പോയപ്പോൾ കുളം എന്തെല്ലോ കണ്ട്. പിന്നെ അവിടെ നിന്ന് ചെറിയ മീനെ പിടിച്ചാൽ നമുക്ക് വലിയ മീനെ പിടിക്കാൻ പറ്റും. അപ്പം വലിയ മീൻ നോക്കാം, ഒറ്റ വലിയ മീനും ഇല്ല. ഈ സൂം ചെയ്ത് കാണിക്കുന്ന വീടാണ് സച്ചുവിൻ്റെ അമ്മേൻ്റെ വീട്. അവിടെ നിന്ന് കാണുന്ന റബ്ബർ തോട്ടാണ് മൊത്തം. പിന്നെ മീൻ കിട്ടണം ഞങ്ങൾ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോകുന്ന വയ്ക്കാൻ ജാതിക്കും കണ്ട് പറിക്കാണ്ട് പോരില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങ് പറിച്ച് പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് സച്ചുവും കയറി ഞങ്ങൾ പശുക്കടവിലേക്ക് നീങ്ങുകയാണ് ഗൈസ്. പശുക്കടവിലെത്തിയ ഫുള്ള് ആൾക്കാർ ഗൈസ്. ഞങ്ങൾ അത്ര തിരക്കൊന്നുണ്ടായാലും വെച്ച് പോയപ്പോൾ അവിടെ ഫുള്ള് ആൾക്കാർ. ഞാൻ ഇതൊരു വീടിൻ്റെ കുറച്ചടുത്താണ്, ഒറ്റക്കണ്ടായാലും കൂടെ പോയാലും അടുത്താണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് അവിടെ പോകുന്നത്. പിന്നെ ആടെ നിന്ന് എന്തായാലും ഒഴുക്കുള്ള വെള്ളമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ആടെ നിന്ന് മീനൊന്നും പിടിച്ചാൽ കിട്ടൂല. ഇതാണ് കുപ്പി കേട്ടോ. ഞാളെ കണ്ട് അടുത്തോടെ ഒന്ന് സംസാരിക്കുക കേട്ടോ. ഞാൾ കണ്ടില്ലേ. ഞാൻ പിന്നെ വീട് നോക്കുമ്പോഴാണ് ഞാളെ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ഹിഡൻ സ്പോട്ട് തപ്പി ഇറങ്ങി. നോക്കുമ്പോൾ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഇറങ്ങി അവിടെ വേറെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ അവിടുത്തെ ആൾക്കാരെന്ന് തോന്നുന്നു 2 ആൾക്കാരെ കണ്ടു. പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങി. സച്ചുത മൈദ നല്ല അണ്ടീഷനായിട്ട് കുഴക്കുന്നത്. ഞാനും അതിന് അപ്പത്തേക്ക് വെള്ളത്തിലിറങ്ങി. ഇങ്ങോട്ടാ മുട്ടിൽ ഫോട്ടോഷൂട്ട് അറിയാലോ. ഒരു വെള്ളം ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ആ ഫോട്ടോ എടുക്കാൻ പോരില്ല. പിന്നെ മീനൊക്കെ കിട്ടിട്ടോ. ആ മീനിന്റെ പേരിനോട് മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യൂ. മീൻ പിടിച്ച് ലാസ്റ്റ് വെള്ളത്തിൽ ഫോൺ വീണായി. ലാസ്റ്റ് മുങ്ങിയൊക്കെ എടുത്ത്. അങ്ങനത്തൊക്കെയാണ് ഗൈസ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു.